ആദ്യം എനിക്കും ഇതൊരു വെറും സ്വപ്നമായിട്ടാ തോന്നിയത്. പക്ഷെ ആ സമയത്ത് അങ്ങനെ ഒരു സ്വപ്നം സംഭവിക്കേണ്ട കാര്യമില്ലല്ലോ. കാര്യമില്ലായിരിക്കാം, പക്ഷെ ഏതു നേരവും നിന്റെ ചിന്തകൾ എന്നെ ഇവിടുന്ന് രക്ഷിക്കുന്നതിനെ കുറിച്ചല്ലേ. മനസ്സ് തീവ്രമായി അങ്ങനെ ഒരു കാര്യത്തിനു വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഇങ്ങനെ വിചിത്രമായ പലതും സംഭവിക്കും. അതൊരു വെറും സ്വപ്നമായിരുന്നെന്ന് സ്വയം മനസ്സിലാക്കിയാൽ മതി നീ. അല്ല ഗൗതം, എനിക്കതൊരു വെറും സ്വപ്നമായിട്ട് തോന്നുന്നില്ല. എല്ലാ വഴികളും അടഞ്ഞ നമുക്ക് മുൻപിൽ അമ്മ മൂകാംബിക ദേവി ഒരു വഴി തുറന്നിടുക, അതിന്റെ സൂചന തന്നെയാണ് ആ സ്വപ്നം. എനിക്ക് ഉറപ്പാ. അങ്ങനെ വിശ്വസിക്കാനാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ആയിക്കോളൂ. പക്ഷെ നിധി, ഇന്ന് CKC പോലുള്ള ദുഷ്ടന്മാരുടേതാണ് ഈ ലോകം. ദൈവത്തെക്കാൾ ശക്തിയും സ്വാധീനമുള്ളവരാണ് അവര്. അവർക്കെതിരെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ വഴിയിൽ നീങ്ങിയതുകൊണ്ട് കാര്യമില്ല. കണ്ണിന് കണ്ണെന്ന പോലെ അവരെ നേരിടാൻ അവരെ പോലെ തന്നെ അക്രമത്തിന്റെ പാതയാണ് നല്ലത്. അരുത് ഗൗതം, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട സമയമല്ലിപ്പോ. ഒരുപാട് ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടവരാ നമ്മള്. അപ്പോഴാ ഇങ്ങനൊരു സ്വപ്നം നമുക്ക് വഴികാട്ടിയായി വന്നത്. അതൊരു കച്ചിത്തുരുമ്പാണ് ഗൗതം. വലിയ പല കാര്യങ്ങളും നിഷ്ഫലമാവുന്നിടത്ത് ചെറിയ ചില കാര്യങ്ങൾ നമുക്ക് സഹായമായി മാറാറില്ലേ? ഞാൻ എന്തായാലും ആ സ്വപ്നത്തിന്റെ വഴിയെ തന്നെ പോവാൻ തീരുമാനിച്ചിരിക്കുക. എത്രയും വേഗം എനിക്ക് ഗൗതമിനെ ഇവിടുന്ന് രക്ഷിച്ചേ പറ്റൂ. എന്റെ രക്ഷയേക്കാൾ ഞാൻ ചിന്തിക്കുന്നത് പ്രണവിനെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്നുള്ളതാണ്. ഇവിടിപ്പോ ഞാൻ അനുഭവിക്കുന്നതിനേക്കാളും വലിയ ശിക്ഷ അവനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സമാധാനിക്കുക ഗൗതം. എല്ലാം നല്ല രീതിയിൽ അവസാനിക്കാനുള്ളൊരു മാർഗം ഇപ്പൊ എന്റെ മുൻപിലുണ്ട്. ആ മാർഗത്തിലൂടെ പോവാൻ ഞാൻ തയ്യാറുമാണ്. അതിനുവേണ്ടി ഗൗതമിന്റെ പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവണം. ഇതിൽ വിജയിച്ചാൽ ദേവിയെ തൊഴാൻ നമുക്ക് ഒരുമിച്ച് മൂകാംബികയിൽ പോണം. നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. എന്റെ പ്രാർത്ഥന ഉണ്ടാവും എന്നും എപ്പോഴും. സമയായി. വാതിലുറക്ക്, തുറക്ക്. ദേവി, എനിക്ക് എന്തെങ്കിലും ആരെന്താ? എനിക്ക് വല്ലാതെ വിശക്കുകയും ദാഹിക്കുകയൊക്കെ ചെയ്യുന്നു. പ്ലീസ് പ്ലീസ്, എനിക്കെന്തെങ്കിലും കഴിക്കാത്ത ഒരു കുപ്പി വെള്ളം താടാ. ചുമ്മാ ചിലക്കാതെ കിടക്കണ അവിടെ. നീ ഭയങ്കര സാഹസികനല്ലേ? രക്ഷപ്പെടാൻ ശ്രമിച്ചതുപോലെ ആഹാരം വെള്ളമൊക്കെ തനിയെ കിട്ടുമെന്ന് നോക്കടാ. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും നിനക്ക് കിട്ടില്ല. അത്രയ്ക്ക് അഹങ്കാരിയാ നീ. പ്ലീസ് പ്ലീസ്, ഞാൻ എങ്ങോട്ട് പോകത്തില്ല. നിങ്ങൾ എനിക്ക് ഇത്തിരി വെള്ളമെങ്കിലും താ. എനിക്ക് അത്രയും വയ്യാത്തോണ്ടാ ഞാൻ ചത്തു. പ്ലീസ് പ്ലീസ്. ചാവുന്ന ഞങ്ങളുടെ അടുത്ത് മണ്ണിനടിയിലാക്കിക്കോളാം. ചുമ്മാ ചിലക്കാതെ കിടന്നോ അവിടെ. ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടാൻ നീ ആരാടെ സൂപ്പർ സ്റ്റാറോ? നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ.
കുറച്ച് വെള്ളമെങ്കിലും താ. തുറക്കാൻ. കിടക്കാറേ ഏയ്, വാടാ. തുറക്കാൻ. ദേവി, ആ പാവത്തിന് കുടിക്കാൻ വെള്ളം പോലും ഈ ദുഷ്ടന്മാര് കൊടുക്കുന്നില്ലേ? എന്തൊരു കഷ്ടം ഇത്. എങ്ങനെയെങ്കിലും ആ പാവത്തിനെ സഹായിക്കണേ ദേവി. എന്നെ അവന്മാര് പട്ടിണി കിട്ട് കൊല്ലാനുള്ള പരിപാടിയാണെന്നാ തോന്നുന്നത്. ഈശ്വര, ഇതിനു വേണ്ടി ഞാൻ എന്ത് പാവയത്. ദാഹിച്ചിട്ട് തൊണ്ട വരളുവാ. അല്പം വെള്ളമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഇതെങ്ങനെ ഇവിടെ എത്തി? இன்னும் பல வீடியோக்களை காண சன் லைஃப் சேனலை சப்ஸ்கிரைப் பண்ணுங்க.